ഓക്കെ ഫൈൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഓക്കെ, കുറച്ച് മാനേജ്മെന്റ് ടെക്നിക്സ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്നുള്ളത് അതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമ്മൾ പി പി ടി പ്രസന്റ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് നിങ്ങൾക്ക് പി പി ടി മനസ്സിലാകാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിബിൾ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈക്ക് ഓണാക്കി സംസാരിക്കുക. ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പി പി ടി പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, സോ എല്ലാവർക്കും പി പി ടി വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. Yes, sir. ഓക്കെ ഫൈൻ ഫൈൻ. ഇപ്പൊ ഓഡിയോ ഇഷ്യൂസും ഇപ്പൊ മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനേജ്മെന്റ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റ് ടെക്നിക്കിലേക്ക് നമ്മൾ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് നമുക്ക് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് മാനേജ്മെന്റ്? എല്ലാവരും പല ഒരുപാട് ഡെഫിനേഷൻസും കാര്യങ്ങളും മാനേജ്മെന്റ് എന്താണെന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതിലുള്ള മെയിനായിട്ട് നമ്മളിവിടെ ഡെഫിനിഷൻ ഒന്നും പറയുന്നില്ല. അതിൽ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഏതാണ് നമ്മളിവിടെ ജസ്റ്റ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കോർഡിനേഷൻ ഓഫ് എഫേർട്സ് ഓഫ് ദ പീപ്പിൾ. മാനേജ്മെന്റിലുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സിന്റെയും എല്ലാവിധ എംപ്ലോയീസിന്റെയും ഏത് ഏരിയ ആയിക്കൊള്ളട്ടെ ടോട്ടൽ ഓവറോൾ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ അകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. ദെൻ ടു അക്കംപ്ലിഷ് ദി ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, നമ്മളുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ ലൈഫ് ടൈം ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ദെൻ ബൈ യൂസിങ് അവൈലബിൾ റിസോഴ്സസ്, എങ്ങനെയാണ് ഈ റിസോഴ്സസ് എങ്ങനെയാണ് ഈ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു മാനേജ്മെന്റിന് അല്ലെങ്കിൽ ബിസിനസ് ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ അതിന്റെ ഒപ്റ്റിമം യൂസ് എൻഷുർ ചെയ്യുന്നത് വഴി അതിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്യുന്നു. ദെൻ എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി, ഓവറോൾ ആക്ടിവിറ്റീസ് എല്ലാം എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി പോസിബിൾ ആക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ മാനേജ്മെന്റിൽ പറയുന്നത്. ഡെഫിനേഷൻ അല്ല, ഇത് കണ്ടന്റ്സ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫങ്ഷൻസ്, എലമെന്റ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ദെൻ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് ട്രാൻസ്ഫോമിങ് റിസോഴ്സസ് ടു ദി യൂട്ടിലിറ്റി. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഫേമിന്റെ കൈവശമുള്ള റിസോഴ്സസിനെ അതിന്റെ ആ റിസോഴ്സസിന്റെ ഒപ്റ്റിമം യൂസ് എൻഷുർ ചെയ്യുന്നത് വഴി ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാനേജ്മെന്റ് ടെക്നിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഇസ് സിസ്റ്റമാറ്റിക് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ് യൂസ്ഡ് ടു അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ദ ഇംപ്രൂവ്മെന്റ് ഓഫ് എഫിഷ്യൻസി and effectiveness, and in particular the conduct of the two key managerial activities of planning and controlling. Okay, ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിസിഷൻ, ഒരു മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് പർപ്പസിന് വേണ്ടിയോ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റമാറ്റിക് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്സ് ആണ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇത് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഓക്കെ, ആ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കാണുന്നു. സോ എല്ലാ ടെക്നിക്കുകളുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുക. ഇത് കൂടുതലും ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷൻസിലൂടെ. നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് കണ്ടിട്ടുണ്ടാവും. പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടുപോകും. അതിൽ രണ്ട് ഫംഗ്ഷൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകിയാണ് ഈ മാനേജ്മെന്റ് ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ രണ്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ്. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ടെക്നിക്സ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന മാനേജ്മെന്റ് ടെക്നിക്സിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്പെസിഫൈഡ് ആൻഡ് ഓഫൺ sequential methods of tackling a problem, providing information for the decision making or improving the operational efficiency. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോബ്ലം ആണെങ്കിൽ, ഒരു ഇഷ്യൂസ് ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് പർപ്പസ്, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സീക്വൻഷ്യൽ മെത്തേഡാണ് ഈ പറയുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എൻഷുർസ് ദാറ്റ് ഈച്ച് സ്റ്റെപ്പ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ
നമ്മളുടെ അക്കോർഡിംഗ് ടു ദ പ്ലാൻ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നു. Next one, analytical. The techniques have been developed by considering what and possibly quantitative methods are required to deal with every aspect of a situation and achieve an end result. So, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. കാര്യം ഓരോ ടെക്നിക്കുകളും തിയറിറ്റിക്കലി സെയിം ആണെങ്കിലും സിറ്റുവേഷൻസ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലേക്ക് വരുമ്പോഴെല്ലാം ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, സോ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആക്ച്വലി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഈ ടെക്നിക്സ് എല്ലാം ഓരോ സിറ്റുവേഷൻസിനെയും ആ സിറ്റുവേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് റിസൾട്ട് എങ്ങനെ മാക്സിമം ബെസ്റ്റ് റിസൾട്ട് അച്ചീവ് ചെയ്യണം എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ് ടെക്നിക്സ്. This subject complex situations to close and systematic examination and resolve them into their key elements. നെക്സ്റ്റ് വൺ, ക്വാണ്ടിറ്റേറ്റീവ്. ഇതെല്ലാം ജസ്റ്റ് ഫീച്ചേഴ്സ് മാത്രമാണ് കേട്ടോ. ഈ പറയാം നമ്മൾ ഇനി കാണാൻ പോകുന്ന ടെക്നിക്സുകളുടെ ഫീച്ചേഴ്സ് മാത്രം, എങ്ങനെ ആയിരിക്കണം, അതിന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. Quantitative, that means management techniques measure in numerical or financial terms what is happening and quantify the forecast of future trends. എന്ത് കാര്യം തന്നെയാണെങ്കിൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഫ്യൂച്ചർ ട്രെൻഡ്സ്, ഫ്യൂച്ചറിന്റെ പർപ്പസ് ആണെങ്കിൽ, ഫോർ ഇംപ്രൂവ്മെന്റ് പർപ്പസ് ഒക്കെ കാര്യങ്ങളാണെങ്കിൽ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, സോ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ മെഷർ ചെയ്തുകൊണ്ട് ഒരു എക്കണോമിക് ടേംസിൽ അത് മെഷർ ചെയ്തുകൊണ്ട് പറയുന്നു. Management techniques place monetary values on performance report, forecast, plans. So എല്ലാ കാര്യങ്ങളിലും ഒരു മോണിറ്ററി വാല്യൂസ് പ്ലേസ് ചെയ്യാനായിട്ടും മാനേജ്മെന്റ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്. ദെൻ ട്രഡീഷണൽ മെത്തേഡ്സ്. എന്താണ് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത്, അതിന്റെ ഒരു നേച്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് മാനേജ്മെന്റ് ആർ primarily based on behavioral science. For example, ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷനും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയും അതിന്റെ ബെസ്റ്റിലേക്ക് എത്തുക, ബെസ്റ്റ് ആയിട്ട് അതിൽ ഓരോ ആക്ടിവിറ്റിയും അതിന്റെ മാക്സിമം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, അതിപ്പോ ഏത് ആക്ടിവിറ്റി ആണെങ്കിൽ കൂടിയും അതിന്റെ ബെസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് മാനേജ്മെന്റിൽ കാണുന്നത്. ദെൻ ഓരോ കാര്യം എടുത്തു നോക്കാം. പേഴ്സണൽ സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് റീട്രെയിനിങ്, മോട്ടിവേഷൻ മെത്തേഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആൻഡ് സ്കിൽ, ദെൻ സൂപ്പർവിഷൻ, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, ടീം ബിൽഡിംഗ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. സോ ഇതെല്ലാം പറയുന്നത് പറഞ്ഞാൽ നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെതായ കംപ്ലീറ്റ് തിയറീസും കാര്യങ്ങളും എങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത് അതെല്ലാം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ ഒരു ഡ്രോബാക്ക്, അതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാം. They are no longer adequate to meet the demand of today's project. So ഇതെല്ലാം ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ്. പണ്ടത്തെ തിയറിയും പണ്ടത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ട്രഡീഷണൽ മെത്തേഡ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. വിത്ത് ലാർജർ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഓർഗനൈസേഷൻസ് വിത്ത് their own unique organizational and structural issues, a need has been felt for better, more effective and innovative managerial methods. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, പണ്ടുണ്ടായിരുന്ന ബിസിനസ് എൻവയോൺമെന്റ് അല്ല ഇന്നുള്ളത്, സിറ്റുവേഷൻസ് അല്ല ഇന്നുള്ളത്. സോ ടോട്ടലി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സംഭവിക്കുന്നതെങ്കിൽ അന്ന് നമ്മൾ ഫോളോ ചെയ്തിരുന്ന ആ ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് മാനേജ്മെന്റ് ഇന്ന് പോരാതെ വരുന്നു. സോ ഒരു ബെറ്റർ മെത്തേഡ് വേണം എന്നുള്ളൊരു ആവശ്യമാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ബെറ്റർ മാനേജ്മെന്റ് മെത്തേഡിലേക്ക് നമ്മൾ ഇനി നോക്കുന്നത്. ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് കാണുന്നത് ഓരോരോ മാനേജ്മെന്റ് ടെക്നിക്കുകളാണ്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കാണ് ജാപ്പനീസ് മാനേജ്മെന്റ് സിസ്റ്റം ഓർ ടെക്നിക്. ഓക്കെ, അതായത് വളരെ മോശമായിട്ട് കിടന്നിരുന്ന ജാപ്പനീസ് ബിസിനസ് ഫേംസ് അതെല്ലാം ഒരു നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ അതൊരു ഭയങ്കര ഹൈ പ്രോഫിറ്റ് ഏർണിംഗ് ഫേംസ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ പറയുന്ന ജാപ്പനീസ് മാനേജ്മെന്റ് സിസ്റ്റം തന്നെയാണ്. ആ സിസ്റ്റമാണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്.
നമുക്ക് നോക്കാം. Japanese management style is often referred to as Z theory, developed by Dr. William Auchi. This theory explains a working culture inside the company which reflects the Japanese culture in a way that employees can become more responsible and capable of working on many different tasks. So, ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് ജാപ്പനീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് എംപ്ലോയീസിനെയാണ്. അതായത് ഒരു ഫേമിലെ എംപ്ലോയീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എംപ്ലോയീസിനെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുക, അവർക്ക് കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നൽകി കുറച്ചുകൂടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അതുവഴിയൊക്കെയാണ് ഈ ഒരു സിസ്റ്റം വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ജാപ്പനീസ് മാനേജ്മെന്റ്. 4 പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ഈ ജാപ്പനീസ് മാനേജ്മെന്റ് ബേസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ദ എംപ്ലോയി ഹു ഈസ് ഏബിൾ ടു പെർഫോം any work responsibility is intelligent enough to develop the productivity and quality of that work. നമുക്ക് ആദ്യത്തെ പ്രിൻസിപ്പിൾ വളരെ ഷോർട്ടാക്കി പറയാം. ഒരു ഫേമിലെ എംപ്ലോയി, അവര് ചൂസ് ചെയ്യുന്ന എംപ്ലോയി എന്ന് പറയുന്ന എംപ്ലോയി ഒരു കാരണവശാലും ഇന്റലിജന്റ്, അവർ ചൂസ് ചെയ്യുന്ന എംപ്ലോയി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അവർ ചൂസ് ചെയ്യുന്ന എംപ്ലോയി ആ ഫേമിന് വേണ്ട വർക്ക് ചെയ്യാൻ കാപ്പബിൾ ആയ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി കാണും. സെക്കൻഡ് പ്രിൻസിപ്പിൾ, ഗിവൺ ദി ഓപ്പർച്യൂണിറ്റി ടു ദി എംപ്ലോയി ഹു വാണ്ട്സ് ടു ഡെവലപ്പ് ദി ക്വാളിറ്റി ഓഫ് ദ വർക്ക്. ഓക്കെ, അവരുടെ പേഴ്സണൽ വർക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു മോട്ടിവേഷൻ, അങ്ങനെയുള്ള എംപ്ലോയീസിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർ നൽകുന്നു എന്നുള്ളതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. തേർഡ് വൺ, മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഫോം എ ഫാമിലി. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇവർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഫാമിലി സ്റ്റൈൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് അത് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എങ്കിലും പറയുകയാണ്, ഒരു ഫാമിലിയാണ് ഇത്. ജസ്റ്റ് നമ്മൾ പറയുന്ന പോലെ അവരൊരു എംപ്ലോയീസിന്റെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നതല്ല ഇവിടെ. അവർ വർക്ക് ചെയ്യുന്നത് ഓരോ ചെറിയ വർക്ക് ആണെങ്കിലും ഓരോ ചെറിയ ആക്ടിവിറ്റീസ് ആണെങ്കിൽ കൂടിയും അവരതൊരു ഫാമിലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാം. ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വർക്ക് ഇൻ എ ഗ്രൂപ്പ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വർക്കിംഗ് ഇൻഡിവിജ്വലി. ഓഫ് കോഴ്സ് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിൽ ഒന്നാണ് അല്ലെ സ്പിരിറ്റ് ദി കോർപ്സ് എന്ന് പറയുന്നത്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമുക്കറിയാം അല്ലെ. അതായത് ഇൻഡിവിജ്വൽ വർക്കിനേക്കാൾ എന്തുകൊണ്ടും ഇമ്പോർട്ടന്റ് നൽകേണ്ടത് ഗ്രൂപ്പ് വർക്കിന് തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനെ 4 പ്രിൻസിപ്പിൾ ആണ് ജാപ്പനീസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബേസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പ്രിൻസിപ്പിളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, എംപ്ലോയി ഈസ് നോട്ട് അൺഇന്റലിജന്റ്. എംപ്ലോയി ഒരിക്കലും അൺഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതർവൈസ് എംപ്ലോയി ഈസ് ആൻ ഇന്റലിജന്റ് ഗൈ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് taken in order to develop the project is a discussion with the employee on how it may be executed. നോർമൽ മാനേജ്മെന്റും ജാപ്പനീസ് മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. നോർമൽ മാനേജ്മെന്റിൽ ഓഫ് കോഴ്സ് ടോപ്പ് അതോറിറ്റി ഡിസൈഡ് ചെയ്യുന്നു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസോട് കൂടി വ്യക്തമായ പ്ലാൻ സബോർഡിനേറ്റ്സിന് നൽകുന്നു. ഓക്കെ, അല്ലെങ്കിൽ ലോ ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ എംപ്ലോയീസിന് നൽകുന്നു എന്നുള്ളതാണ് നോർമൽ മാനേജ്മെന്റ് സിസ്റ്റം. ബട്ട് ഇവർ ചിന്തിക്കുന്നത് മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ്. കാരണം എംപ്ലോയീസ് ആണ് ഈ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ അവരുടെ സജഷൻസ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഇവരെടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് all employees understand their own responsibilities as well, especially more than and any outsider of the business. മനസ്സിലാക്കുക, വർക്ക് ചെയ്യേണ്ടത് ഇവരാണ്. സോ ഈ എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ എന്നുള്ളത് ആ എംപ്ലോയീസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ടോപ്പ് അതോറിറ്റി മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി എംപ്ലോയീസ് ആണ് വ്യക്തമായിട്ടത് മനസ്സിലാക്കേണ്ടത്. The Japanese believe that a job can be done better when the employee provides suggestion in a difficult situation. മനസ്സിലാക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസിന്
അയാളുടെ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് അറിയാമെങ്കിൽ, എംപ്ലോയീസിനോട് കൂടുതൽ ഡിസ്കസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ, അതിൽ ആ പ്രോബ്ലംസ് നല്ല രീതിയിൽ സോൾവ് ആക്കാൻ വേണ്ടിയും ഉള്ള സജഷൻസും ആ എംപ്ലോയീസിന് തന്നെ നൽകാനുള്ള കഴിവ് നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. All employees should discuss various issues with an employer whenever work changes are expected. So ഇവിടെ പറയുന്നത് നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇതിലൂടെ പോസിബിൾ ആവുന്നു. അതുവഴി ഈ നമ്മൾ ടോപ്പ് അതോറിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലാൻ, അതിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ അത് അതിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. The Japanese developed 2 organizational practices which will encourage employees to share their ideas. അവരുടെ എംപ്ലോയീസിന്റെ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് 2 ടെക്നിക്സ് ആണ് അവർ യൂസ് ചെയ്തത്. ഫസ്റ്റ് വൺ is a quality control procedure in which employees make their own productivity suggestions. എങ്ങനെ നന്നായിട്ട് അവർക്ക് ആക്ടിവിറ്റി പെർഫോം ചെയ്യാം, പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള സജഷൻസ് എല്ലാം അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. And the second practice, it is a procedure used to encourage all employees to develop their new skills over the years during their work practices. ഇവിടെ രണ്ടാമത്തെ പ്രാക്ടീസ് ആയിട്ട് ഇവർ നൽകിയിരിക്കുന്നത് വേറൊന്നുമല്ല, എല്ലാ എംപ്ലോയീസിനെയും കുറച്ചുകൂടി നമ്മൾ ഇത് മറ്റൊരു വേറൊരു പ്രിൻസിപ്പളിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ഒരുപാട് കാലം വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ആ എംപ്ലോയി എക്സ്പെർട്ട് ആയിരിക്കും എന്നുള്ള, ബട്ട് ഇവർ ചിന്തിക്കുന്നത് മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ്. കാരണം കുറച്ചുകൂടി എംപ്ലോയീസിനെ കുറച്ചുകൂടി പുതിയ സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ബിക്കോസ് ഒരു എംപ്ലോയി തന്നെ ലൈഫ് ലോങ് ഒരേ വർക്ക് ചെയ്യിക്കാതെ തന്നെ ഡിഫറെന്റ് വർക്ക്സ് അസൈൻ ചെയ്തുകൊണ്ട് ആ എംപ്ലോയിക്ക് എല്ലാ വർക്കിലും ഓവറോൾ ഒരു പുതിയ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതാണ് സെക്കൻഡ് പ്രാക്ടീസ്. സോ മോസ്റ്റ് ന്യൂ എംപ്ലോയീസ് ഇൻ ജപ്പാൻ ലേൺ ന്യൂ സ്കിൽസ് ബൈ ഒബ്സർവിംഗ് someone in the company. Okay, so പുതിയ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നു. No one who is hired by a company expects to work in the same field job until retirement. So ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ജാപ്പനീസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അവർ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരേ വർക്ക് തന്നെ അയാളുടെ റിട്ടയർമെന്റ് വരെ. സോറി, ഓക്കെ, സോറി ഗൈസ്, ഒരു കോൾ വന്നതാണ്. ഓക്കെ, സോ ആ എംപ്ലോയിയുടെ ലൈഫ് ലോങ് ഒരേ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് എംപ്ലോയിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, എംപ്ലോയിൽ നിന്ന് സജഷൻസ് എല്ലാം ചെയ്യുക. എംപ്ലോയി ഒരിക്കലും അൺഇന്റലിജന്റ് അല്ല എന്നൊരിക്കലും ഇവിടെ ചിന്തിക്കുന്നില്ല. അതായത് എംപ്ലോയി ഇന്റലിജന്റ് ആണ് എന്ന് തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്ന ഒരു കാര്യം. നമുക്ക് സെക്കൻഡ് പ്രിൻസിപ്പിളിലേക്ക് പോവാം. എംപ്ലോയീസ് വാണ്ട് ടു ഡു ബെറ്റർ വർക്ക്. ഓക്കെ, എല്ലാ കമ്പനീസും അവർ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ എംപ്ലോയീസ് അവരുടെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. സോ അതിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. ദ ജാപ്പനീസ് കമ്പനീസ് ആർ എൻകറേജിങ് എംപ്ലോയീസ് ബൈ റിവാർഡിംഗ് വെൻ ദേ ഡു എക്സ്ട്രാ ദാൻ നോർമൽ വർക്കിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും എംപ്ലോയീസ് അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെന്റ് അല്ലെങ്കിൽ എക്സ്ട്രാ റിവാർഡ് അവർ നൽകാൻ റെഡിയാണ്. As a result, any employee who has more skills and is capable of doing more jobs is also given more responsibility, or else he is relocated to the next level of division. നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതായത് ഒരു എംപ്ലോയി ഒരു വർക്ക് തന്നെയല്ല ഡിഫറെന്റ് വർക്ക് ചെയ്യാൻ കാപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് കുറച്ചുകൂടി കൂടുതൽ റെസ്പോൺസിബിലിറ്റി നൽകുകയോ അല്ലെങ്കിൽ ബെറ്റർ നെക്സ്റ്റ് ലെവലിലേക്ക് ആ എംപ്ലോയിയെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇതുവഴി എംപ്ലോയീസും സാറ്റിസ്ഫൈഡ് ആണ്. So often, Japanese companies are encouraged to continue promoting of their employees. Once employees are capable of working more than one main job, they are able to communicate their work to other subdivisions. മനസ്സിലാക്കുക, ഒരു വർക്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം വർക്കിൽ ഒരു എംപ്ലോയി എഫിഷ്യന്റ് ആണ്, നല്ല രീതിയിൽ അയാൾ അതിൽ ബെസ്റ്റ് ആയിട്ടാണ് അയാളുടെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഏബിൾ ആണ് എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, ദാറ്റ് മീൻസ് ദേ ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ദെയർ വർക്ക് ടു അതർ സബ്ഡിവിഷൻസ്. അയാളുടെ കീഴിലുള്ള പല ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഏരിയാസ് അവർക്ക് എല്ലാവർക്കും വേണ്ട ഇൻഫർമേഷൻ
ഇൻസ്ട്രക്ഷൻസ് എല്ലാം നൽകാനായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ നൽകാനായിട്ടും ഏബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ കരുതുന്നത്. They can also evaluate their own responsibilities and become productivity specialists. Okay. Then third principle, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്, എംപ്ലോയീസ് ഫോം എ ഫാമിലി. ഓക്കെ, ഈ ഒരു കാര്യം ചിലപ്പോൾ നോർമലി നമ്മുടെ സാധാരണ മാനേജ്മെന്റ് കേസിൽ കണ്ടിട്ടുണ്ടാവും. കാരണം എന്താണ്, ഒരു ഫേമിലെ എംപ്ലോയീസ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടായിരിക്കണം നിൽക്കേണ്ടതെന്നുള്ളത്. ഇതൊരു ഫേമസ് ആയിരിക്കും. മറ്റേ പെപ്സിക്കോ കമ്പനിയുടെ സിഇഒ ഇന്ദ്രാനൂയിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയാണ്, എംപ്ലോയീസിനെല്ലാം കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് കാണുക എന്നുള്ളത്. അതുവഴി എംപ്ലോയീസിനെ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ഇവിടെ പറയുന്നത് എംപ്ലോയീസ് ഫോം എ ഫാമിലി എന്നുള്ളൊരു പ്രിൻസിപ്പിൾ. നമുക്ക് നോക്കാം. Japanese companies are accepting the idea that employees and employers form a strong social unit. So as usual, employer employees തമ്മിൽ ഒരു നല്ലൊരു ബോണ്ട്, നല്ലൊരു ബെറ്റർ പോസിറ്റീവ് റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യേണ്ടതാണ്. All employees of a company create systems of mutual responsibility further than what they are actually being paid to do. Okay, so അവർ തമ്മിലൊരു മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, കുറച്ചുകൂടി എന്താണ് അവരുടെ വർക്ക് എന്നുള്ളതിലുപരി അവർക്ക് അതിനേക്കാൾ കൂടുതൽ എന്ത് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം, അതിനാണ് കുറച്ചുകൂടി കൂടുതൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻസ് നൽകുന്നത്. Being part of the company or family creates liability on both the employers and employees part. Okay, ഒരു ഫാമിലി ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന എംപ്ലോയി അങ്ങനെ എംപ്ലോയർക്കാണ് കൂടുതൽ ലയബിലിറ്റി, എംപ്ലോയിന് അധികം ലയബിലിറ്റി ഇല്ല, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അങ്ങനെയൊന്നും നമുക്കിവിടെ അവകാശപ്പെടാൻ പറ്റില്ല. ഇതൊരു ഫാമിലി ആയിട്ടാണ് ഈ കമ്പനി കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവർ ഫോം ചെയ്യുന്നതെങ്കിൽ, എംപ്ലോയീസിനെ ഫോം ചെയ്യുന്നതെങ്കിൽ ഈ മ്യൂച്വൽ അല്ലെങ്കിൽ ഈക്വൽ ലയബിലിറ്റി ആയിരിക്കും എല്ലാവർക്കും ഉള്ളത്. Okay, one outcome of this theory is the practice of lifetime employment. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. Many employees in Japan are facing bankruptcy, family problems or even criminal behavior. Nevertheless, they still have to have complete job security. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം, അതിപ്പോ നമ്മളായാലും എല്ലാവർക്കും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റിയാണ്. എല്ലാവരും ഗവൺമെന്റ് ജോബിന് നോക്കുന്നത് എന്താ, ജോബ് സെക്യൂരിറ്റി തന്നെയാണ് അല്ലേ, റെഗുലർ ഇൻകം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഈ ജോബ് സെക്യൂരിറ്റി കൂടുതലും നല്ല രീതിയിൽ ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് ജാപ്പനീസ് മാനേജ്മെന്റ് സിസ്റ്റം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആഫ്റ്റർ ദ കമ്പനീസ് ഡോണ്ട് ഫയർ their own employees in the same way that adults don't fire their own children. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ തെറ്റ് ചെയ്യുന്നവനെ ഫാമിലിയിൽ നിന്നും പുറത്താക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. സോ ആ തെറ്റ് കണ്ടുപിടിക്കുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, റെക്ടിഫൈ ചെയ്യുന്നു, അതുവഴി കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. ഇതേ തിയറി, ഇതാണ് ഞാൻ പറഞ്ഞത്, നോർമൽ ഫാമിലി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇവിടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഇവിടെ എംപ്ലോയീസിനെ ഇവർ ടെർമിനേറ്റ് ചെയ്യുകയോ ഫയർ ചെയ്യുകയോ ചെയ്യുന്നില്ല. അതാണ് ഇവിടെ പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ദ ഫാമിലി സ്റ്റൈൽ കമ്പനി allows adjustments and provides the best environment for all the employees. Okay, ഈവൻ മൈനർ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ആണെങ്കിൽ കൂടിയും മാനേജ്മെന്റ് ആ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അവരെ റെക്ടിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് തേർഡ് പ്രിൻസിപ്പിൾ. And the last principle, employees want to do better work. This reflects the idea that a person owes a gratitude to their parents or leaders, which realistically and ultimately can never be paid off. മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞ തേർഡ് പ്രിൻസിപ്പിളിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇത് ഫോർത്ത് പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് എംപ്ലോയീസിന് ഇത് ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ എത്രയാണോ ഓരോ റെമ്യൂണറേഷൻ അതിനുള്ള വർക്ക് ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. കുട്ടികൾ പാരന്റ്സിനെ നോക്കുക എന്നുള്ള ആ ഒരു ഫീൽ. ഓക്കെ, പാരന്റ്സിനെ എത്രത്തോളം, കുട്ടികളും പാരന്റ്സും നമ്മളിങ്ങനെ പെയ്ഡ് ജോബ് അല്ലല്ലോ. സോ അതേപോലെ തന്നെയാണ് ഇവർ ഇതിനെ കാണുന്നത്. ഈ എംപ്ലോയീസും കമ്പനീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവരിങ്ങനെയാണ് കാണുന്നത്. പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് അവരിതിനെ കൂടുതലും കാണുന്നത്. Since the group is more important than the individual, the Japanese companies have developed a few methods to ensure harmony within the group. കുറച്ച് അവര് അതല്ലാതെയുള്ള കുറച്ച് മാക്സിമം കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് അവർ ഫോളോ ചെയ്യുന്നു. ദെൻ ഓൾ എംപ്ലോയീസ്, അതായത് ഈ പറയുന്ന ക്വാളിറ്റി സർക്കിൾ, TQM എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കോർഡിനേഷൻ ടെക്നിക്കുകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. All employees are paid partly on the basis of their level of skills, not on individual work. And promotions are also based on the level of skills. Okay, ഇവിടെ പറയുന്ന പ്രൊമോഷൻ എന്ന് പറയുന്നത്
അവർ കംപ്ലീറ്റ് ചെയ്ത വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല പ്രൊമോഷൻ ഇവിടെ നടക്കുന്നത്. ഈ ഒരു ജാപ്പനീസ് കമ്പനീസിൽ പ്രൊമോഷൻ നടക്കുന്നത്. മറിച്ച് ജാപ്പനീസ് കമ്പനീസിൽ പ്രൊമോഷൻ നടക്കുന്നത് അവർക്ക് ഒരു എംപ്ലോയിക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവ്, കപ്പാസിറ്റി, ആ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് ഇവിടെ പ്രൊമോഷൻസ് നടക്കുന്നത്. അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. As a result, these procedures can reduce the possible individual feelings of jealousy and competition within the work group. എന്നിരുന്നാൽ ഇതൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ കൂടിയും ഇവിടെ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ പറയുന്ന പേഴ്സണൽ ഫീലിംഗ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും അത് മിനിമത്തിലായിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞ കേസിൽ നിന്ന് നമ്മൾ ഇതിന്റെ ജസ്റ്റ് 3 പോയിന്റ് മാത്രം എടുത്ത് നമ്മളൊന്ന് ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ നോക്കാം. ജാപ്പനീസ് മാനേജ്മെന്റ് വേഴ്സസ് വെസ്റ്റേൺ മാനേജ്മെന്റ്. ഈ രണ്ട് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ദർ എക്സിസ്റ്റ് എ റീസണബിൾ ബോണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻ ജാപ്പനീസ് മാനേജ്മെന്റ്. വെസ്റ്റേൺ മാനേജ്മെന്റിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമുക്ക് പറയാം എംപ്ലോയീസ് ആർ ഹയർഡ് ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് വർക്ക്. അതിൽ കൂടുതൽ, അതായത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുന്നത്. അതിൽ അവർ തമ്മിലൊരു ബെറ്റർ നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ബട്ട് ഈ പറയുന്ന പോലെ ഇത്രയും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. ദെൻ ജാപ്പനീസ് മാനേജ്മെന്റിൽ പറയുന്ന മറ്റൊരു പോസിറ്റീവ് കാര്യം ലൈഫ് ടൈം എംപ്ലോയ്മെന്റ്. നേരത്തെ പറഞ്ഞു ഇവിടെ ഫയർ ചെയ്യുകയോ ടെർമിനേറ്റ് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈവൻ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്താൽ കൂടിയും അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ജാപ്പനീസ് മാനേജ്മെന്റിന്റെ ബേസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ മാനേജ്മെന്റിൽ എംപ്ലോയീസ് മേ ബി ഫയർഡ് ഓർ ടെർമിനേറ്റഡ്. ദെൻ നേരത്തെ പറഞ്ഞു ഫാമിലി സ്റ്റൈൽ കമ്പനിയാണ് ജാപ്പനീസ് മാനേജ്മെന്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഫീൽ ചെയ്യുന്ന ഒന്ന് മാത്രമാണ് ഇത് അവരുടെ ഫാമിലിയാണ്. ഓക്കെ, ദെൻ വെസ്റ്റേൺ മാനേജ്മെന്റ് ഒരു നോർമൽ കമ്പനി മാത്രം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ജാപ്പനീസ് മാനേജ്മെന്റ് വേഴ്സസ് വെസ്റ്റേൺ മാനേജ്മെന്റ്. ഇത് നമ്മൾ 2 ടെക്നിക്കുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അതിൽ ഒരു ടെക്നിക്ക് നമുക്ക് ഇവിടെ നോക്കാം, ക്വാളിറ്റി സർക്കിൾ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ക്വാളിറ്റി സർക്കിൾസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദ സെയിം വർക്ക് ഏരിയ ഡൂയിങ് സിമിലർ വർക്ക് ദാറ്റ് മീൻസ് voluntarily and regularly to identify, analyze and resolve work related problems. So ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. ഓക്കെ, they are doing similar work. ദെൻ ഇതൊരു വോളണ്ടറിലി ഗ്രൂപ്പാണ്, വോളണ്ടറിലി ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, അല്ലാതെ ഇൻസ്ട്രക്ഷൻ നൽകി ഫോം ചെയ്യുന്നവരല്ല, ഒരു വോളണ്ടറി ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ദെൻ റെഗുലർലി ടു ഐഡന്റിഫൈ, എന്തിനു വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക, ടു ഐഡന്റിഫൈ ആൻഡ് ടു അനലൈസ് and to resolve the work-related problems. This small group, with every member of the circle participating to the full, carries on the activities, utilizing problem-solving techniques to achieve control or improvement in the work area, and also help self and mutual development in the process. Okay, so ഇങ്ങനെ ക്വാളിറ്റി സർക്കിളിന്റെ ഒരു എയിം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സ്മോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ മ്യൂച്വലി, അതായത് ആ ഗ്രൂപ്പിലുള്ള എംപ്ലോയീസിന്റെ വർക്ക് നന്നായിട്ട് എഫിഷ്യന്റ് ആവുന്നു, അല്ലെ എംപ്ലോയീസിന്റെ ഇൻഡിവിജ്വൽ വർക്ക് ഇംപ്രൂവ് ചെയ്യുന്നു, അതുവഴി ഓവറോൾ ഫേമിന്റെ വർക്കും ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ള ഈ 2 കാര്യം, ഈ ഒരു കൺസെപ്റ്റ് ആണ് ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ബേസ്. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് QC quality circle. The atmosphere should be informal, comfortable and relaxed. Okay, ഒരു ഫോർമൽ ഓർഗനൈസേഷൻ, സ്ട്രിക്റ്റ് ഫോമൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ ഈ ഒരു QC ഫോം ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. Then everyone should participate, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. The objective should be clear to the members before forming QC. ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ഇൻഫർമേഷനും, എല്ലാ ഒബ്ജക്റ്റീവ്സും, എന്തിനാണ് ഇങ്ങനൊരു ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ് അവർ ചെയ്യേണ്ടതെന്നുള്ള വർക്ക്, ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദ മെമ്പേഴ്സ് ഷുഡ് ലിസൺ ടു ഈച്ച് അതർ. ഇതിൽ കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. എല്ലാ ക്വാളിറ്റി സർക്കിളിലെ എല്ലാ മെമ്പേഴ്സും കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് പേഷ്യൻസ്. അത് മറ്റുള്ളവർ അതൊരു മോശം കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ കൂടിയും പേഷ്യന്റ് ആയിട്ട് കേൾക്കുക. The group should feel comfortable even when there are disagreements. Of course, ഇത് ഹ്യൂമൻ ബീങ്സിന്റെ സർക്കിൾ ആയതുകൊണ്ട് തന്നെ എഗ്രിമെന്റ്സും ഡിസഗ്രിമെന്റ്സും ഉണ്ടാവും. എഗ്രിമെന്റ്സ് വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുക, ഡിസഗ്രിമെന്റ്സ് വരുമ്പോഴും they should feel comfortable എന്നുള്ളൊരു കാര്യം
മനസ്സിലാക്കുക. Then next one, the decision should generally be taken by a kind of consensus and voting should be minimum. മനസ്സിലാക്കി, ഇതിൽ കൂടുതലും ഡിസിഷൻസ് എടുക്കുന്നത് വോട്ടിങ്ങിലൂടെ തന്നെയാണ്. ഓക്കെ, അതായത് 11 പേരുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ 12 പേരുടെ ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിൽ എത്ര പേരിനെ എഗ്രിമെന്റ്, അത് മീൻസ് എത്ര പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം വളരെ കുറവാണ്. ഇത്തരം ക്വാളിറ്റി സർക്കിൾസിൽ സപ്പോർട്ട് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് ജസ്റ്റ് നോക്കുന്നു. അങ്ങനെ വോട്ടിങ്ങിലൂടെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ക്വാളിറ്റി സർക്കിളും വർക്ക് ചെയ്യുന്നത്. When an action is required to be taken, clear assignment should be made and accepted by all the members. ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുക. The leader should not dominate the group. The main idea should not be as to who controls, but how to get the job done. മനസ്സിലാക്കുക, ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു ലീഡർ ഫോം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ലീഡർ ഫോം ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ലീഡർ ഉണ്ടെങ്കിൽ തന്നെ ആ ഗ്രൂപ്പിൽ ഒരിക്കലും ആ ലീഡർ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അവിടെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്, ഈക്വൽ സ്റ്റാറ്റസ് ആണ്. സോ എല്ലാവരുടെയും ഐഡിയ എന്ന് പറയുന്നത് ആര് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നു, ഇത് എന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് ഞാൻ ലീഡ് ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കാതെ ഈ ഇത്തരം ഗ്രൂപ്പിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ജോബ്, അവരെ അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. Until a final solution is found and results are attained, feedback is necessary. Until a final solution is found and results are attained, feedback is necessary. മനസ്സിലാക്കുക, ഓരോ സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, ഫീഡ്ബാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കവർ ചെയ്യുന്ന അറിയാം, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് റെക്ടിഫൈ ചെയ്യാൻ, നമ്മളുടെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നൽകുന്നത്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് QC. എന്തിനു വേണ്ടി എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഓടിച്ചു നോക്കാം. ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി, productivity, safety and cost reduction, to give chance to the employees to use their wisdom and creativity, to encourage team spirit, cohesive culture among different levels and sections of the employees, to promote self and mutual development including leadership quality, to fulfill the self-esteem and motivational needs of the employees. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓവറോൾ ഇൻഡിവിജ്വൽ ഇംപ്രൂവ്മെന്റും ദെൻ ഓവറോൾ ബിസിനസിന്റെ ഓവറോൾ ഇംപ്രൂവ്മെന്റും ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഇംപ്ലിമെന്റേഷൻ ഓഫ് QC. എങ്ങനെയാണ് ക്വാളിറ്റി സർക്കിൾ ഒരു ബിസിനസ്സിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഷോർട്ടായി പറയുന്നത്. ഫ്യൂ മാനേജേഴ്സ് റെപ്രസെന്റിംഗ് പ്രൊഡക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ, ഡിസൈൻ, പ്രോസസ് പ്ലാനിംഗ് ഫോം ദി ക്വാളിറ്റി സർക്കിൾ സ്റ്റിയറിംഗ് കമ്മിറ്റി. ഒരു കമ്മിറ്റി ഫോം ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ക്വാളിറ്റി സർക്കിൾ സ്റ്റിയറിംഗ് കമ്മിറ്റി. ഓക്കെ, ഇതിൽ കൂടുതലും വരേണ്ടത് ഓരോ ആക്ടിവിറ്റീസിന്റെ അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷന്റെയും ഹെഡ് മാനേജേഴ്സ് ആയിരിക്കണം ഇതിൽ മെമ്പേഴ്സ് ആയിട്ട് വരേണ്ടത്. This acts as a policy making body and will monitor the QC in the organization. ഒരിക്കലും ഇവരല്ല വർക്ക് ചെയ്യുന്നത്, ഇവർ വർക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പോളിസി ക്രിയേറ്റർ ആയിട്ട് മാത്രമാണ് ഇവർ വർക്ക് ചെയ്യേണ്ടത്. എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ അവരുടെ വർക്കിനെ മോണിറ്റർ ചെയ്യുക. ഇതാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടി. Top management must attend the orientation courses designed for them. So top authority ഇവ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഓറിയന്റേഷൻ കാര്യങ്ങളും ടോപ്പ് മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം. A committed top and middle management is necessary. ഇതിന് കംപ്ലീറ്റ്, അതായത് ഇങ്ങനെ ഒരു ക്വാളിറ്റി സർക്കിൾ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹോൾ ഓർഗനൈസേഷൻ ഇതിന് സപ്പോർട്ട് ആയിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. A facilitator must be appointed who serves as a link between top management QC സ്റ്റിയറിംഗ് കമ്മിറ്റി. സോ ടോപ്പ് മാനേജ്മെന്റ്, അതായത് കമ്മിറ്റി, ഈ പറയുന്ന ക്വാളിറ്റി സർക്കിൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ക്വാളിറ്റി സർക്കിളിനെ അനലൈസ് ചെയ്യുന്നു, അവരുടെ വർക്കിനെ അനലൈസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫുൾ കമ്മ്യൂണിക്കേഷൻ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് നടത്തേണ്ടത് ഈ പറയുന്ന ഫെസിലിറ്റേറ്റർ ആണ്. അതിനുവേണ്ടി നമ്മളൊരു ഫെസിലിറ്ററെ അപ്പോയിന്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റി സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഏരിയ. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ദാറ്റ് ഈസ് TQM. The core definition of TQM describes a management approach to long-term success through customer satisfaction. ഈ രണ്ട് കാര്യങ്ങൾ ആയിരിക്കാം. ലോങ് ടേം സക്സസ് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻസ് ഇവർ നൽകുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ്. In a TQM effort, all members of an organization participate in improving process, then products, services and the culture in which they work. So ഇതിന്റെ ഓവറോൾ
ഇൻക്രീസ് ആണ്, ഓവറോൾ ഇംപ്രൂവ്മെന്റ് ആണ് ഈ TQM എന്ന് പറയുന്ന മാനേജ്മെന്റ് അപ്രോച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓവറോൾ ഇംപ്രൂവ്മെന്റിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നേടുക. ഇതാണ് TQMന്റെ ബേസ്. പ്രിൻസിപ്പിൾസ് ഓഫ് TQM. ഓക്കെ, ജസ്റ്റ് ഇതെല്ലാം മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, കസ്റ്റമർ ഫോക്കസ്ഡ്. മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് TQMന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ, നമുക്കറിയാം കസ്റ്റമർ ഇസ് എ കിങ്, ആ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ദെൻ ഒരു ബിസിനസ്സിന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിന്റെ ഏത് ടെക്നിക്ക് ഇവർ ഫോളോ ചെയ്താലും, ഓവറോൾ ക്വാളിറ്റി, ഓവറോൾ ഇംപ്രൂവ്മെന്റ് എൻഷുർ ചെയ്യാനായിട്ട് ഏത് ടെക്നിക്ക് ഇവർ ബിസിനസ് അഡോപ്റ്റ് ചെയ്താലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് അൾട്ടിമേറ്റ് എയിം. ദെൻ ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെന്റ്, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓവറോൾ ഫങ്ഷൻസിന്റെ ഇംപ്രൂവ്മെന്റ് ആണ് ഇവിടുത്തെ എയിം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസും ഇതിന് ഇൻവോൾവ് ആവണം, കോപ്പറേറ്റ് ചെയ്യുക തന്നെ വേണം. പ്രോസസ് സെന്റേഡ്. ഓക്കെ, സോ ഓരോ ആക്ടിവിറ്റീസും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു, ഓരോ ആക്ടിവിറ്റീസിലും വേണ്ട ചേഞ്ചസ് കാര്യങ്ങളും എല്ലാം നോക്കുന്നു. ദെൻ ഓരോ ആക്ടിവിറ്റീസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നു. ഫോർത്ത് വൺ, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. ബെറ്റർ കോർഡിനേഷൻ, നല്ലൊരു കോർഡിനേഷൻ വേണം, എങ്കിൽ മാത്രമേ ബിസിനസിന്റെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് പോസിബിൾ ആകുകയുള്ളൂ. ഫിഫ്ത് വൺ, സ്ട്രാറ്റജിക് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച്. ഓക്കെ, വ്യക്തമായിട്ടുള്ള പ്ലാൻസ്, സബ് പ്ലാൻസ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വേണം TQM പോളിസി അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ TQM പോളിസി ടെക്നിക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് വ്യക്തമായിട്ട് ഒരു ഓർഡർ ഉണ്ടാവണം, പ്ലാൻ ഉണ്ടാവണം, ആൻഡ് സബ് പ്ലാൻസും ക്രിയേറ്റ് ചെയ്യുക തന്നെ വേണം. ദെൻ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റ്. ഇതൊരു വൺ ടൈം പ്രോസസ് അല്ല. ഒരു തവണ ദെൻ ഒരു പ്രോഡക്റ്റ് ഇറക്കി, അല്ലെങ്കിൽ അതിലൂടെ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടത്തി അതിലൂടെ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്തു, ദെൻ ഒരിക്കലും TQM എന്ന പ്രോസസ് അവിടെ എൻഡ് ചെയ്യുന്നില്ല. മറിച്ച് ഈ TQM എന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരിക്കലും വൺ ടൈം പ്രോസസ് അല്ല. ഫാക്ട് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. TQM ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഡിസിഷൻസ് എടുക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ത് എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം, ആ പെർഫോമൻസിനെ ബേസ് ചെയ്ത് മാത്രം ഡിസിഷൻ എടുക്കുക. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തിട്ടൊരിക്കലും ഡിസിഷൻസ് എടുക്കാതെ ആക്ച്വൽ ബിസിനസിന്റെ പെർഫോമൻസ് എന്ത് എന്നതിനെ ബേസ് ചെയ്ത് മാത്രം ഡിസിഷൻസ് എടുക്കുക. ഇതാണ് ഒരു പ്രിൻസിപ്പിൾ. ദെൻ ലാസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ. അവിടെ ബിസിനസിന്റെ ഓവറോൾ, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഒരു ഫ്രീ കമ്മ്യൂണിക്കേഷൻസ് അവിടെ എൻഷുർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് TQMന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ്. ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പോസിറ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ദെൻ സ്ട്രെങ്തൻ ദി കോമ്പറ്റീറ്റീവ് പൊസിഷൻ. നല്ലൊരു ബെറ്റർ കോമ്പറ്റീറ്റീവ് പൊസിഷൻ നമുക്ക് കിട്ടുന്നു. അഡാപ്റ്റബിലിറ്റി മാർക്കറ്റ് കണ്ടീഷൻ. വേണ്ട, ഇപ്പൊ ഓവറോൾ ഇത്രയും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇംപ്രൂവ്മെന്റ് ആകുന്നത് വഴി ഓവറോൾ ബിസിനസ് ഫോം ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് വരുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷൻസ്, നെഗറ്റീവ് ചേഞ്ചസ് ആണെങ്കിൽ കൂടി, ദാറ്റ് മീൻസ് അൺഫേവറബിൾ ചേഞ്ചസ് ആണെങ്കിൽ കൂടി നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹയർ പ്രൊഡക്ടിവിറ്റി പോസിബിൾ ആണ്. എൻഹാൻസ്ഡ് മാർക്കറ്റ് ഇമേജ്, എലിമിനേഷൻ ഓഫ് ഡിഫക്ട്സ് ആൻഡ് പീസ്. ഓഫ് കോഴ്സ് ഹൈ പ്രൊഡക്ടിവിറ്റി, ദെൻ അതിൽ നിന്ന് നല്ലൊരു മാർക്കറ്റ് ഇമേജ് കിട്ടുമ്പോഴേക്കും ഓഫ് കോഴ്സ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ബിസിനസ്സിനും പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് രണ്ട് രീതിയിലൂടെയാണ്. ഒന്നുകിൽ മാക്സിമം സെയിൽസ്, അല്ലെങ്കിൽ മിനിമം കോസ്റ്റ്. സോ ഇവിടെ അതിൽ പോസിബിൾ ആകുന്ന ഒരു കാര്യമാണ് എലിമിനേഷൻ ഓഫ് ഡിഫക്ട്സ് ആൻഡ് വേസ്റ്റേജ്. ദെൻ റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ബെറ്റർ കോസ്റ്റ് മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആണ് TQM എന്ന് പറയുന്ന ടെക്നിക്. ദെൻ ഇനിയും കുറച്ച് അഡ്വാൻറ്റേജ് കൂടി പറയുന്നു. ഹയർ പ്രോഫിറ്റബിലിറ്റി, ദെൻ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഇംപ്രൂവ്ഡ് കസ്റ്റമർ ഫോക്കസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻക്രീസ്ഡ് കസ്റ്റമർ ലോയാലിറ്റി ആൻഡ് റീറ്റെൻഷൻ. ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് തന്നെ കുറച്ചുകൂടി റീറ്റെയിൻ ചെയ്യുക, ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇൻക്രീസ് ജോബ് സെക്യൂരിറ്റി, ഇംപ്രൂവ്ഡ് എംപ്ലോയി മൊറൈൽ, എൻഹാൻസ്ഡ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ വാല്യൂ, ഇംപ്രൂവ്ഡ് ആൻഡ് ഇന്നോവേറ്റീവ് പ്രോസസ്. ഓക്കെ, ഇതെല്ലാം കോമൺ ആയിട്ട് കാണുന്ന അഡ്വാൻറ്റേജസ് മാത്രമാണ്. ഇനി എങ്ങനെയാണ് TQM ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഓക്കെ, ഇതിനു വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ സ്റ്റെപ്പുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിനോട് ഡിസ്കസ് ചെയ്യുന്നത്. ദ ടോപ്പ് മാനേജ്മെന്റ് ലേൺസ് അബൌട്ട് ആൻഡ് ഡിസൈഡ്സ് ടു കമ്മിറ്റ് ടു TQM. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് TQM എന്നുള്ള ടെക്നിക് എന്ത്, അതിന്റെ തിയറി എന്ത്, സോ ആ ഒരു കൺസെപ്റ്റ് എന്ത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക.
Second one, the organization assess the current culture, customer satisfaction and quality management system. നിലവിലുള്ള ബിസിനസിന്റെ പെർഫോമൻസ്, ബിസിനസിന്റെ കൾച്ചർ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എല്ലാം എന്താണെന്നുള്ളത്, കറന്റ് സിനാരിയോ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. Then third one, top management identifies core values and principles to be used and communicates them. ഏതൊക്കെ കാര്യങ്ങളിലാണ് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്, അതായത് ബിസിനസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻസ് നൽകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ദെൻ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. സോ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, ഡിസ്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കൂടുതൽ കെയർ നൽകേണ്ട ഏരിയാസ് അതെല്ലാം ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം TQM മാസ്റ്റർ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യം ശേഷം എന്താണ് TQM, നമ്മൾക്ക് ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അഡോപ്റ്റ് ചെയ്യേണ്ട TQM പ്ലാൻ എന്താണെന്നുള്ളത്, അതിന്റെ മാസ്റ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. Then the organization identifies and prioritizes the customer demands and align products and services to meet those demands. So TQM plan ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഒരു കസ്റ്റമറിന് നീഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ദെൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, the next one, management maps the critical processes through which the organization meets its customer needs. Management oversees the formation of teams for process improvement efforts. So ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ് എന്ന ഫംഗ്ഷന് ശേഷം ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മൾക്ക് എങ്ങനെ ആ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം എന്നതിനുള്ള വ്യക്തമായ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക, പ്രോസസ് നോക്കുക, ദെൻ എന്തെല്ലാം സ്റ്റെപ്സുകളാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. The momentum of the TQM effort is managed by the steering committee. Of course, ഇതിനും ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാവും. ദെൻ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഈ ഓവറോൾ TQM എഫേർട്ട് മോണിറ്റർ ചെയ്യുന്നത്. Then managers contribute individually to the effort through planning, training, coaching or other methods. So ഈ പറയുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി ആണെങ്കിൽ കൂടി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്വാളിറ്റി സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ട്, അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇതെല്ലാം ഇത് കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിലും മോണിറ്റർ ചെയ്യുന്നതെങ്കിലും ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് മിഡിൽ മാനേജ്മെന്റും കംപ്ലീറ്റ് സപ്പോർട്ട് നൽകണം എന്നുള്ളത്. സോ ആ രീതിയിലുള്ള വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് എല്ലാം നമ്മളിവിടെ എൻഷുർ ചെയ്യുക. Daily process management and standardization take place. Progress is evaluated and plan is revised as period. നമ്മളുടെ പ്ലാൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലാൻ നോക്കുന്നു, അതായത് കൺട്രോളിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. സോ നമ്മളുടെ ഇംപ്ലിമെന്റേഷൻ ആക്ച്വൽ എഫേർട്ട് എല്ലാം കറക്റ്റ് പ്ലാൻ അക്കോർഡിംഗ് ടു ദ പ്ലാൻ തന്നെയാണോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. Constant employee awareness and feedback on status are provided and a reward or recognition process is established. മനസ്സിലാക്കുക, ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഫേമിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് വേണ്ട റിവാർഡ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ, റിവാർഡ് മോണിറ്ററി ആയിരിക്കാം ഓർ നോൺ മോണിറ്ററി ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും എംപ്ലോയീസിന്റെ മോട്ടിവേഷനും അവരുടെ സാറ്റിസ്ഫാക്ഷനും കൂടി നമ്മൾ അവരുടെ ഫീഡ്ബാക്കും കൂടി നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ കവർ ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും ടെക്നിക്കുകളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ടെക്നിക്കുകളുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇതിലെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.